ആചാരപ്പഴമയുടെ നിറവിൽ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപ്തി. ആചാരപ്പഴമയുടെ നിറവിൽ ഭഗവതിക്ക് വരിയേരി പായസം നിവേദിച്ച് ശ്രീകുരുംബക്കാവിൽ ഭരണി മഹോത്സവത്തിന് സമാപനമായി. ക്ഷേത്ര കലാരൂപങ്ങളും തെയ്യങ്ങളും നിറഞ്ഞാടിയ ശ്രീകുരുംബക്കാവിൽ ആചാരപ്പഴമയുടെ നിറവിൽ ഭഗവതിക്ക് വരിയേരി പായസം നിവേദിച്ച് വെന്നിക്കൊടികൾ ഉയർത്തി. മീനമാസത്തിലെ ഭരണിനാളായ ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെ കിഴക്കേ നട തുറന്ന് അടികൾമാർ അകത്ത് കയറിയാണ് വരിയേരി പായസം നിവേദിച്ചത്. പ്രത്യേക കൂട്ടുകളോടെ തയ്യാറാക്കുന്ന വരിയേരി പായസം ഏറെ ഔഷധ ഗുണമുള്ളതാണ്. ദാരികവധം കഴിഞ്ഞ് തൃച്ചന്ദനമാടി വിശ്രമിക്കുന്ന ഭഗവതി ആദ്യമായി ഭക്ഷണം കഴിക്കുന്നതിനെ അനുസ്മരിച്ചാണ് വരിയേരി പായസം നിവേദിക്കുന്നത്. തുടർന്ന് കിണ്ടിയിൽ ഉടയാടയും വാൽക്കണ്ണാടിയും വെച്ച് നെറ്റിപ്പട്ടം വിരിച്ച് കിഴക്കോട്ട് ദർശനമായി നിലവിളക്ക് തെളിയിച്ച് ഭഗവതിയെ സങ്കല്പിച്ചിരുത്തി. ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ച് പട്ടാര്യ സമുദായം വെന്നിക്കൊടി നാട്ടി കൂശ്മാണ്ഡബലി നടത്തി. രാവിലെ 8 മണിക്ക് വിനായകപുരം വിഘ്നേശ്വര ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളോടെ ആരംഭിച്ച് 9 മണിയോടെ അമ്പലത്തിലെത്തുകയും തുടർന്ന് ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തു. വടക്കേ നടയിൽ വെന്നിക്കൊടികൾ ഉയർത്തുകയും ഒപ്പം പടിഞ്ഞാറേ നടയിൽ പട്ടാര്യ സമുദായം കുശ്മാണ്ഡബലിയും നടത്തിയതോടെ ഭരണി ഉത്സവത്തിന് പരിസമാപ്തിയായി. പട്ടാര്യ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് സമുദായം പ്രസിഡന്റ് പി സജീവ്, സെക്രട്ടറി കെ പി അരുൺ, കമ്മിറ്റി അംഗങ്ങളായ രവി കുണ്ടൂർ, പ്രേമൻ കാട്ടിൽ, രാജൻ പുളിയാമ്പുള്ളിൽ, രതീഷ് മാളക്കാരൻ, രാഹുൽ തെക്കേടത്ത്, ഗീത കുണ്ടൂർ, സ്മിത സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, മാനേജർ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണിനാളിൽ സൂര്യോദയത്തിന് മുൻപായി ക്ഷേത്ര സങ്കേതത്തിൽ വിവിധ സമുദായക്കാരുടെ ആചാരപരമായ ചടങ്ങുകൾ അരങ്ങേറി. തീരദേശത്തു നിന്നും നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്ത താലം വരവും തെയ്യങ്ങളും ക്ഷേത്ര കലാരൂപങ്ങളും ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലെ വിവിധ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന AR ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ പ്രതിപക്ഷ കൗൺസിലർമാരും സഹപ്രവർത്തകരും കൂടി താലത്തെ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ചു. ദാഹജലം വിതരണം ചെയ്തു. അവരുടെ ഉയർപ്പിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന വർഷത്തിൽ ദിവസം നടത്തപ്പെടുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ